അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഉളൂഇൻ്റെ ഷർത്തുകൾ, അതിൻ്റെ ഫറളുകൾ, സുന്നത്തുകളൊക്കെ പഠിച്ചു ഇല്ലേ? എല്ലാവരും അതൊക്കെ പാലിച്ച് ഉളൂ ചെയ്യാൻ ശ്രദ്ധിക്കണില്ലേ? സുന്നത്തുകളും ഫറളുകളൊക്കെ പാലിച്ച് ഷർത്ത് തെറ്റാതെ, അതേപോലെ ഒക്കെ നമ്മളെല്ലാം തെറ്റാതെ ഉളൂ എടുക്കാൻ ശീലിക്കണം. അപ്പം ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുളിയെ കുറിച്ചിട്ടാണ്. അതായത് വലിയ അശുദ്ധി. ഇപ്പം ചെറിയ അശുദ്ധി നമ്മൾ പറഞ്ഞു, അതിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാവുക, എങ്ങനെ ചെറിയ അശുദ്ധി ഉണ്ടാവുക, അതിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാവുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വലിയ അശുദ്ധിയെ കുറിച്ചിട്ടാണ്. അത് വലിയ അശുദ്ധി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വലിയ അശുദ്ധി സംഭവിക്കും, എപ്പോഴൊക്കെയാണ് കുളി നിർബന്ധമായിട്ട് വരിക, എപ്പോഴൊക്കെയാണ് നമ്മൾ കുളിക്കാൻ നിർബന്ധമായിട്ട് വരിക എന്നൊക്കെ നമ്മൾ ഈ ഒരു പാഠത്തിൽ പറയാൻ പോണത്. അപ്പം തുടങ്ങല്ലേ? അപ്പം രണ്ടാമത്തെ പാഠം അൽ ഫസ്ലു സാനി, രണ്ടാമത്തെ ഫസ്ല് ഫി ബയാനിൽ ഹദസിൽ അക്ബരി വത്തൊഹാറത്തി അൻഹു. ഈ ഒരു രണ്ടാമത്തെ ഫസ്ലിൽ എന്താ പറയുന്നത്? ഹദസുൽ അക്ബർ, വലിയ അശുദ്ധിയെ കുറിച്ചുള്ള ഒരു വിശദീകരണം. വത്തൊഹാറത്തി അൻഹു, അതിനെ തൊട്ട് എങ്ങനെ ശുദ്ധിയാവുക, അത് വലിയ ശുദ്ധി എങ്ങനെയൊക്കെ സംഭവിക്കുക, അതിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാവുക എന്നാണ് ഈ ഒരു ഫസ്ലിൽ പറയുന്നത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കല്ലേ? അമ്മൽ ഹദസുൽ അക്ബർ, അപ്പൊ വലിയ ശുദ്ധി വഹുവ, എങ്ങനെയാണ് വലിയ ശുദ്ധി, എങ്ങനെയൊക്കെയാണ് വലിയ ശുദ്ധി ഉണ്ടാവുക എന്നാണ് ആദ്യം പറയുന്നത്. വഹുവ ഖുറൂജുൽ മനിയി, മനിയി പുറപ്പെടലാണ്. അപ്പോൾ ഒന്നാമത്തെ വലിയ ശുദ്ധി ഉണ്ടാവാനുള്ള കാരണം മനിയി പുറപ്പെടുക എന്നുള്ളതാണ്. മനിയി എന്ന് പറഞ്ഞാൽ ശുക്ലം. അപ്പം അതെന്ത് ചെയ്യുക, അത് പുറപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ വലിയ ശുദ്ധിക്കുള്ള കാരണം. വദുഖൂലുൽ ഹഷ്ഫ, ഹഷ്ഫ പ്രവേശിക്കുക ഫിൽ ഫർജി, ഫർജിൽ. വൽ ഹൈലു വൻ നിഫാസു, അതേപോലെ ഹൈല്, നിഫാസ്. വ ഖുറൂജുൽ വലതി, കുട്ടി പുറപ്പെടുക. വലോ ബിലാ ബലലിൻ, ഒരു നനവൊന്നും ഇല്ലാതെയാണ് എന്നുണ്ടെങ്കിലും കുട്ടി പുറത്ത് വരിക, അതായത് പ്രസവിക്കുക. അപ്പം ഇത്രയും 5 കാരണങ്ങൾ അല്ലേ, 5 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ 5 കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, കുളി ഒരാൾക്ക്, അതായത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുളി നിർബന്ധമാകും. ഹൈലും നിഫാസ് പിന്നെ പ്രസവിക്കുക എന്നുള്ളത് പിന്നെ പെണ്ണുങ്ങൾക്ക് മാത്രം വരുള്ളൂ. മറ്റേത് രണ്ടും ആണിനും പെണ്ണിനും കുളി നിർബന്ധമാവുന്ന കാര്യങ്ങളാണ്. എന്ത്? മനീ പുറപ്പെടുക. അപ്പം സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും മനീ പുറപ്പെട്ട എന്ത് ചെയ്യണം? കുളിക്കണം. അതേപോലെ ദുഖൂൽ ഹഷ്ഫ ഫിൽ ഫർജി, ഫർജിൽ ഹഷ്ഫ പ്രവേശിക്കുക. ഹഷ്ഫ എന്ന് പറയണമെങ്കിൽ ലിംഗാഗ്രം, അതായത് പുരുഷന്റെ ലിംഗാഗ്രത്തിനാണ് ഹഷ്ഫ എന്ന് പറയാം. അത് സുന്നത്ത് കഴിക്കുമ്പോൾ പുരുഷന്മാരെ ചില സുന്നത്ത് കഴിക്കണില്ലേ, അവരാ മുറിച്ച് മാറ്റുന്ന ആ ഒരു ഭാഗം, അതാണ് ഹഷ്ഫ. അത് പ്രവേശിക്കുക ഫിൽ ഫർജി, സ്ത്രീയുടെ യോനിയിൽ പ്രവേശിക്കുക, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ എന്നർത്ഥം. അപ്പം ഹഷ്ഫ പ്രവേശിക്കൽ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, കുളി നിർബന്ധമാകും. മുഴുവനായിട്ട് പ്രവേശിക്കണമെന്നില്ല, ആ ചെറിയൊരു ഭാഗം ഫർജിൽ പ്രവേശിച്ചാൽ തന്നെ എന്ത് ചെയ്യും, കുളി നിർബന്ധമാകും. അപ്പം ഈ 5 കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, കുളി നിർബന്ധമാകും. വൽ വലതു, ഇപ്പോൾ ഹൈലു നിഫാസൊക്കെ പിന്നെ നമുക്കറിയാം. ഹൈലു എന്ന് പറഞ്ഞാൽ എന്താണ്? ആർത്തവരക്തം. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തം, അതായത് പ്രസവം കഴിഞ്ഞ ശേഷം കാണുന്ന രക്തത്തിനേക്കാൾ നിഫാസ് എന്ന് പറയാം. പല ഹൂജുൽ വലതി, കുട്ടി പിന്നെ പ്രസവിക്കുക. കുട്ടി പുറപ്പെടാന്ന് പറഞ്ഞാൽ പ്രസവിക്കുക. വലോ ബിലാ ബലൻ, ഒരു നനവൊന്നും ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ, അതായത് കുട്ടി പ്രസവിക്കലോട് കൂടി ഒരു ദ്രാവകങ്ങളൊന്നുമില്ല, അതായത് കുട്ടി മാത്രം, അതിൻ്റെ കൂടെ നനവും പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് കുട്ടിയെ പ്രസവിച്ചത് എന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുളി നിർബന്ധമാണ്. കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ചാപ്പിള്ള ഒരു രക്തപിണ്ഡം പ്രസവിച്ചാലും എന്ത് ചെയ്യും, അവിടെ കുളി പ്രസവിച്ചാൽ കുളി നിർബന്ധമാണ്. പിന്നെ നിഫാസ് കഴിഞ്ഞാൽ വീണ്ടും കുളി നിർബന്ധമാവും. അപ്പോൾ പ്രസവത്തിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കുളിക്കണമെന്നർത്ഥം. ഹവാസുൽ മനീയ്, ഇനി മനീയിൻ്റെ പ്രത്യേകതകൾ. അപ്പം മനീയ് പുറപ്പെടാൻ കുളി നിർബന്ധമാവാനുള്ള, അത് വലിയ ശുദ്ധിക്കുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു മനീയ് പുറപ്പെടാൻ എന്നുള്ളത്. അപ്പം മനീയ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, അതായത് ആ ഒരു പല ദ്രാവകങ്ങൾ എന്ത് വരും, അപ്പം അതിൽ നിന്ന് മനീനെ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും? മനീ പുറപ്പെട്ടാൽ മാത്രമേ, അതായത് മൂത്രം പോലെ എന്താണ് വതി മതി അങ്ങനെ പല ദ്രാവകങ്ങൾ നമ്മുടെ പിന്നെന്താണ്
ഗുഹ്യ ഭാഗത്തിലൂടെ പുറത്തു വരും. അതിൽ നിന്ന് മനി പുറപ്പെട്ടാലേ കുളി നിർബന്ധമാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വന്നാൽ വുളുവേ നിർബന്ധമാവുള്ളൂ. അപ്പോൾ എങ്ങനെ മനിയെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഹവാസുൽ മനിയിൻ്റെ പ്രത്യേകതകൾ റായിഹത്തു ത്വലഇ, എന്ത് ഒരു ത്വലഇ എന്ന് പറഞ്ഞാൽ ഈന്തപ്പനൻ്റെ ആ കൂമ്പിലേക്കാണ് പറയാം. അതിൻ്റെ ഒരു മണം ഉണ്ടാവും മനീനിക്ക്. അപ്പോൾ നമുക്ക് ആ മണം വല്ലാതെ പരിചയം ഉണ്ടാവില്ല. അതുപോലെ അജീന നമുക്ക് പരിചയം ഉണ്ടാവും. പച്ച പൊടി അതായത് ഗോതമ്പ് പൊടിയുടെ മണം. അജീന എന്ന് പറഞ്ഞാൽ പൊടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ പച്ച പൊടിയുടെ മണം ഉണ്ടാവും. ഈ മനീൻ്റെ മണം എങ്ങനെയായിരിക്കും? ഒരു പച്ച പൊടിയുടെ മണയ്ക്കാം. റത്തുബൻ പച്ചയായ നിലക്ക്, അതായത് ഉണങ്ങാത്ത, അതൊരു ദ്രാവകല്ലേ, അപ്പോൾ ഉണങ്ങാത്ത അവസ്ഥയിൽ എന്തായിരിക്കും? അത് ഒരു പച്ച പൊടിയുടെ മണം ഉണ്ടാകും. ബയല് എന്ന് പറഞ്ഞാൽ കോഴിൻ്റെ മുട്ട. ബയാള് പറഞ്ഞാൽ അപ്പോൾ കോഴി മുട്ടയുടെ വെള്ള. അപ്പോൾ കോഴി മുട്ടയുടെ വെള്ളയുടെ മണം ഉണ്ടാകും യാബിസൻ, ഉണങ്ങിയാൽ. അപ്പോൾ ഉണങ്ങിയാൽ ഒരു കോഴിമുട്ടൻ്റെ വെള്ളൻ്റെ മണമായിരിക്കും മനീനിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത് എന്താണ്, അതിൻ്റെ മണം എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. പിന്നെ തദഫുക്ക് ബിദഫാത്തിൻ, പിന്നെ അടുത്ത ഒരു മനിയെ തിരിച്ചറിയണമെന്നാണ് തദഫുക്ക് ബിദഫാത്തിൻ. ഇങ്ങനെ തട്ടി പുറപ്പെടുക എന്ന് പറയും. തദഫുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറിച്ച് പുറപ്പെടുക. ബിദഫാത്തിൻ പല തുള്ളികളായിട്ട്, അതായത് ഒറ്റ അടിക്ക് നമ്മൾ മൂത്രങ്ങൾ പോരുന്ന പോലെയല്ല, അങ്ങനെ കുറച്ചായിട്ടാണ് അത് പോരുക. അപ്പം അത് മനീനെ തിരിച്ചറിയാനുള്ള ഒരു കാരണമാണ്. തലദുദു ബിഖുറൂജിഹി, അതേപോലെ അത് മനി പുറപ്പെടൽ കൊണ്ട് ഒരു രസം ഉണ്ടാവാം. മനി പുറപ്പെടുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം, ഒരു രസം നമുക്ക് തന്നെ അറിയാൻ കഴിയും. അപ്പം അതുകൊണ്ടും എന്താണ് മനീനെ തിരിച്ചറിയാം. അപ്പം അതിൻ്റെ മണം നമ്മൾ പറഞ്ഞു, റായിഹത്തു ത്വലഇ വല്ലാജിരി, ഒന്നെങ്കിൽ ഈന്തപ്പനൻ്റെ കൂമ്പിൻ്റെ മണം അല്ലെങ്കിൽ പൊടിയുടെ മണം ഉണ്ടാവും. പച്ച ഉണങ്ങാത്ത അവസ്ഥയിൽ, ഉണങ്ങിയ അവസ്ഥയിൽ ബയാലുൽ ബൈള് മുട്ടയുടെ വെള്ളയുടെ മണം ഉണ്ടാവും. അതുപോലെ തദഫുക്ക് ബിദഫാത്തിൻ, അങ്ങനെ പല തുള്ളികളായിട്ട് എന്ത് ചെയ്യുക, പുറപ്പെടുക എന്നുള്ളത്. തലദുദു ബിഖുറൂജിഹി, പോലെ പുറപ്പെടൽ കൊണ്ട് രസിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മനീയെ നമുക്ക് എന്ത് ചെയ്യും, മറ്റുള്ള ദ്രാവകങ്ങളിൽ മറ്റുള്ള ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലായുഷ്തർത്തു, ഷർത്താക്കപ്പെടുകയില്ല. ഇജ്തിമാഉൽ കുല്ലി, എല്ലാതും ഒരുമിച്ച് കൂടുതൽ ഷർത്താക്കപ്പെടില്ല. ബല്യക്കിഫി വാഹിദൻ, ഒന്ന് മതിയാകും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മളിവിടെ എന്ത് പറഞ്ഞു, ഒരു 3 കാരണങ്ങൾ പറഞ്ഞു മണം എങ്ങനെയാണ്, അത് എങ്ങനെ പുറപ്പെടാം. പക്ഷെ ഈ 3 കാരണം കൊണ്ട് ഒരുമിച്ച് വേണം എന്ന് എന്തില്ല, ഷർത്തില്ല. ബല്യക്കിഫി വാഹിദ, ഒന്ന് ഉണ്ടായാലും മതിയാകും. അതായത് നമ്മൾ മനീനെ തിരിച്ചറിയും 3 കൂടി ഇല്ല, ഏതെങ്കിലും ഒന്നുകിൽ മണക്കുണ്ട്, നമുക്ക് മറ്റു രണ്ടും നമുക്ക് തോന്നിയില്ല, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും രണ്ടാമത് തോന്നി, മറ്റ് ആ മണം നമുക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഈ 3 കാരണങ്ങളും കൂടെ ഒരുമിച്ച് കൂടുതൽ എന്തില്ല, ഷർത്തില്ല. വല്യക്കിഫി വാഹിദ, ഏതെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ തന്നെ നമുക്കത് മനിയാണെന്ന് നമ്മൾ തീരുമാനിക്കണം. അതേപോലെ എന്ത് ചെയ്യണം, മനിയാൻ തീരുമാനിച്ചാൽ പിന്നെ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കും വേണം, അല്ലേ? വലൂറ അൽ മനിയ, അപ്പം അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലൂറ അൽ മനിയ, ഇനി മനീനെ കണ്ടാൽ ഫീ സൗബിൻ, ഒരു വസ്ത്രത്തിൽ, ലാ യൽബസുഹു ഗൈറുഹു, മറ്റൊരാൾ ആ വസ്ത്രത്തിൽ ധരിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു വസ്ത്രത്തിൽ മനീനെ കണ്ടാൽ വജബൽ ഗുസ്ലു, കുളി നിർബന്ധമാണ്. അതായത് നമ്മൾ ധരിച്ച വസ്ത്രത്തിൽ, അതായത് വേറെ ആരും ആ വസ്ത്രം എടുത്തിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണ്, വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ മനിയാണോ നമുക്കൊരു സംശയം വരും. അങ്ങനെയൊന്നുമില്ല. നമ്മളെടുത്ത് മാറി വെച്ച ഡ്രസ്സാണ്, നമ്മളെടുത്ത് ഒഴിവാക്കിയ ഡ്രസ്സാണ്, അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഡ്രസ്സാണ്, അതിലെന്തുണ്ട്, മനിയെ പറ്റി കിടക്കുന്നുണ്ട്. അങ്ങനെ എന്തുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, കുളി നിർബന്ധമാണ്. അപ്പോൾ നമ്മളെ വസ്ത്രത്തിൽ, നമ്മളിട്ട വസ്ത്രത്തിൽ മനിയെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ മനിയനായിരിക്കുമല്ലോ. അപ്പം കുളി വജബൽ ഗുസ്ലു, കുളി നിർബന്ധമാണ്. അപ്പോൾ വലൗറ അൽ മനിയ, ഒരാൾ മനീനെ കണ്ടാൽ ഫി സൗബിൻ ലാ യൽബസുഹു, ഫി സൗബിൻ വസ്ത്രത്തിൽ മനീനെ കണ്ടു, ലാ യൽബസുഹു, ആ വസ്ത്രത്തെ ധരിച്ചിട്ടില്ല, ഗൈറുഹു, മറ്റൊരാൾ. അപ്പം അങ്ങനത്തെ ഒരു മറ്റൊരാൾ ധരിക്കാത്ത ഒരു വസ്ത്രത്തിൽ മനീനെ കണ്ടാൽ വജബൽ ഗുസ്ലു, കുളി നിർബന്ധമാണ്. അപ്പോൾ മനി പുറപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ പിന്നെ കുളിക്കാൻ എന്താണ്, നിർബന്ധമാണ്.
അപ്പോൾ രാത്രിയിലൊക്കെ ചിലപ്പം മനി പുറപ്പെടാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഉറക്കാതെ നമുക്ക് ചിലപ്പം അറിയില്ല. അപ്പം വസ്ത്രത്തിൽ മനീൻ്റെ അംശം കാണാണ്, മനിയാണ് നമുക്ക് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുളിക്കൽ നിർബന്ധമാണ്. വാക്കല്ലു സിന്നിൻ തഹീലു ഫിഹി. ഇപ്പം ഇനി മനീൻ്റെ വിഷയം കഴിഞ്ഞു. ഇനി ഹൈലിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അകല്ലു സിന്നിൻ, ഏറ്റവും ചുരുങ്ങിയ വയസ്സ്, തഹീലു ഫിഹി, ആ വയസ്സിൽ അവൾ ഹൈലുകാരിയാകും. അങ്ങനത്തെ തഹീലു ഫിഹിൽ മർഅത്തു, സ്ത്രീ ആ വയസ്സിൽ എന്താണ്? ഹൈലുകാരിയാകും. അങ്ങനത്തെ ഏറ്റവും ചുരുങ്ങിയ വയസ്സ് തിസഉ സിനീന തഖരീബൻ, ഏകദേശം 9 വയസ്സാണ്. അപ്പോൾ 9 വയസ്സിന് തികയാനായി ചന്ദ്രമാസ പ്രകാരമാണ് നമ്മൾ 9 വയസ്സ് കണക്കാക്കുക. അതിൻ്റെ ഒരു 15 ദിവസം മുന്നേ കണ്ടാലും അത് ഹൈലിൽ എന്ത് ചെയ്യും പെടും എന്നൊക്കെ നമ്മൾ വലിയ വലിയ കിതാബൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് ചുരുങ്ങിയ ഹൈലിൻ്റെ പ്രായത്തിലാണ് 9 വയസ്സ്. അപ്പോൾ 9 വയസ്സിൽ രക്തം കണ്ടാൽ അത് ഹൈലാണെന്ന് നമ്മൾ പരിഗണിക്കണം. അതിന് മുമ്പ് കണ്ടാൽ ആണ് നമ്മൾ മറ്റുള്ള രക്തങ്ങളായിട്ട് പരിഗണിക്കുക. 9 വയസ്സ് മുതൽ എപ്പോഴും എന്താ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിക്ക് എന്തായ അവൾ പ്രായപൂർത്തിയാകാൻ ഹൈല് ഉണ്ടാകാം. അപ്പോൾ കല്ലുൽ ഹൈലി, ഈ ഹൈലിൽ ഏറ്റവും ചുരുങ്ങിയ സമയം യൗമുൻ ലൈലത്തുൻ, ഒരു രാത്രിയും ഒരു പകലുമാണ്. യൗമുൻ വരെ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും, അതായത് ഒരു ദിവസം, അതായത് 24 മണിക്കൂർ. ഇപ്പോൾ പറയണമെങ്കിൽ 24 മണിക്കൂറാണ് ചുരുങ്ങിയ ഹൈലിൻ്റെ ടൈം. അപ്പോൾ ഓലിബുഹു സിത്തുൻ, ഓലിബ് എന്താണ്? സിത്തുൻ, 6 ഔ സബോൻ, 7. അതായത് കൂടുതലും എങ്ങനെയാണ് 6 7 ദിവസമാണ്. നമ്മൾ ചുരുങ്ങിയ ടൈം ഒരു ദിവസം. ഓലിബ് അതായത് സാധാരണഗതിയിൽ എങ്ങനെയാണ് ഹൈൽ ഉണ്ടാവാറ്? സിത്തും ഔ സബോൻ, 6 7 ദിവസം അല്ലേ നമുക്കൊക്കെ സാധാരണഗതിയിൽ. കൂടുതൽ ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 6 7 ദിവസം ഒക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുക അതിൽ ശുദ്ധിയാവാൻ എടുക്കുന്ന ടൈം അത്ര ഉണ്ടാവുള്ളൂ. അക്സറഹു, അതിലേറ്റവും കൂടുതൽ 15 യൗമൻ, 15 ദിവസമാണ്. അപ്പം അഖലുൽ ഹൈൽ യൗമുൻ വരെയില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു രാത്രി ഒരു പകല്. ഓലിബ് മിക്കവാറും സിത്തുൻ ഔ സബോൻ, 6 7 ദിവസം. അക്സറഹു അധികരിച്ചത് 15 യൗമൻ, 15 ദിവസം. അറിയില്ലേ? ആ 15 ദിവസമാണ് ഏറ്റവും കൂടിയാൽ ഹൈദ് ഉണ്ടാവുക. അപ്പം അതിലും കൂടുതൽ 15 ദിവസവും കഴിഞ്ഞിട്ട് ഹൈദ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ, രക്തം കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് വേണം? അത് ഇസ്തിഹാദത്താണ്, രോഗരക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം നോമ്പൊക്കെ എടുക്കണം. അപ്പം അവിടെ അതിനൊന്നും അഫുവില്ല കേട്ടോ. അപ്പം അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതൽ പൊതുവെ ചിലർക്കൊക്കെ 15 ദിവസം കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ ദിവസം കറക്റ്റ് എന്ത് ചെയ്യണം? കണക്കാക്കണം. മറ്റുള്ള ചിലപ്പോൾ അത്ര തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും എന്താണ് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൂടുതലുള്ള ആളുകൾ നമുക്ക് എപ്പോഴും ഉണ്ടായ ടൈമും അതേപോലെ കഴിഞ്ഞ ടൈമും ഒക്കെ നമുക്ക് അങ്ങനത്തെ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ആളുകൾക്ക് എപ്പോഴും ആ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ വേണം. വാക്കല്ല് തുഹരി, ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈൽ ഉണ്ടാവുന്നത് പറഞ്ഞു. ഇനി വാക്കല്ല് തുഹരി, തുഹറിൽ ഏറ്റവും അക്കല്ല് അൽ ഫാസിലു ബൈനൽ ഹൈദ് തനി, 2 ഹൈലിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കുന്ന ശുദ്ധി. അതായത് 2 ഹൈലിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ദിവസം ശുദ്ധി ഉണ്ടാവുമല്ലോ, നിസ്കരിക്കാനൊക്കെ പറ്റുന്ന സമയം ഉണ്ടാവുമല്ലോ. 2 ഹൈലിൻ്റെ ഇടയിലുള്ള ആ ശുദ്ധി എത്രയാണ്? 15 യൗമൻ, 15 ദിവസമാണ്. വലാ ഹദ്ദ ലിഅക്സരിഹി, കൂടിയ ശുദ്ധിക്ക് എന്തില്ല? പരിധിയില്ല. വലാ ഹദ്ദ, പരിധി ഇല്ല. ലിഅക്സരിഹി, ആ ശുദ്ധി അധികരിച്ചതിന് എന്തില്ല? പരിധി ഇല്ല. അപ്പോൾ അക്കല്ല് തുഹർ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അക്കല്ല് തുഹർ 15 ദിവസമാണ്. അതായത് നമുക്ക് 2 ഹൈദിൻ്റെ ഇടയിൽ ചുരുങ്ങിയത് 15 ദിവസമെങ്കിലും എന്തായാലും കിട്ടണം. അപ്പോൾ 2 ദിവസത്തിന് ഇടയിൽ 15 ദിവസം ആവുന്നതിന് മുമ്പ് ഒരാൾക്ക് ഹൈദ് ഉണ്ടായാൽ എന്താണ്? അത് ഇസ്തിഹാദത്താണ്. അതായത് ഒരു ഹൈദ് നമ്മൾ ശുദ്ധിയായി, എന്നിട്ട് 15 ദിവസം കഴിയുന്നതിന് മുമ്പ് വീണ്ടും എന്ത് ചെയ്തു? രക്തം കണ്ടാൽ എന്ത് ചെയ്യണം? അതും ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കും. കാരണം അകല്ല് തുഹർ എത്രയാണ്? ചുരുങ്ങിയത് 2 ഹൈദിൻ്റെ ഇടയിൽ 15 ദിവസമെങ്കിലും കിട്ടണം. അപ്പോൾ
അതും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ചിലർക്കൊക്കെ പെട്ടെന്ന് 15 ദിവസം കറക്റ്റ് ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇതിനടുത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകളും ഡേറ്റ് ശരിക്കും ഓർമ്മിച്ച് വെക്കണം. കാരണം നമുക്ക് 15 ദിവസം പൂർണ്ണമായിട്ട് 15 ദിവസം നമുക്ക് നിസ്കരിക്കാൻ കിട്ടിയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അല്ലെങ്കിലൊക്കെ ഇതൊക്കെ നമ്മൾ, കാരണം ഹൈദിൻ്റെ സമയത്താണെങ്കിൽ നിസ്കരിക്കൽ ഹറാമാണ്. ഹൈദല്ല ഇസ്തിഹാദത്താണെങ്കിൽ നിസ്കരിക്കൽ നിർബന്ധവുമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്നാവുന്നവരും ഒരുപാട് രക്തം ബ്ലീഡിങ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം, ഡേറ്റുകൾ എപ്പോഴും എന്ത് ചെയ്യുക, കറക്റ്റ് എഴുതി വെക്കുക അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കുക ചെയ്യണത് എന്താണ്, നല്ലതാണ്. അപ്പോൾ ചുരുങ്ങിയത് 2 ഹൈദിൻ്റെ ഇടയിൽ 15 ദിവസമെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് നിസ്കാരം നമുക്ക് എടുക്കാൻ കിട്ടണം എന്നർത്ഥം. ഇനി പക്ഷേ കൂടിയാൽ എത്ര കുഴപ്പമില്ല. ഒരിക്കൽ ഹൈദ് ഉണ്ടായി പിന്നെ ഹൈദേ ഉണ്ടായില്ല, പക്ഷെ അത് പ്രശ്നമല്ല. പക്ഷെ ചുരുങ്ങിയത് 2 ഹൈദിൻ്റെ ഇടയിൽ 15 ദിവസം ഉണ്ടാവാൻ എന്താണ്, പിന്നെ നിർബന്ധമാണ് വെച്ചാൽ പിന്നെ ചുരുങ്ങിയത് 15 ദിവസങ്ങളിൽ ശുദ്ധി വേണം. കല്ലുൻ നിഫാസി, ഈ നിഫാസിൽ ഇപ്പം ഹൈദിൻ്റെ വിഷയം കഴിഞ്ഞു, ചുരുങ്ങിയത് ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ നിഫാസിൽ ഏറ്റവും ചുരുങ്ങിയത് മജ്ജത്തുൻ, ഒരു തുള്ളി, അതായത് ഒരു നിമിഷം, ഒരു സെക്കൻഡ് നമുക്ക് പറയാം. മജ്ജത്ത് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എന്നർത്ഥം. അപ്പം നിഫാസിൽ ഏറ്റവും ചുരുങ്ങിയത് മജ്ജത്തിൻ്റെ ഒരു തുള്ളിയാണ്. അപ്പോൾ ഓലിബ് മിക്കവാറും സാധാരണഗതിയിൽ എങ്ങനെയാണ്, 40 യൗമൻ 40 ദിവസമാണ്. വാഗസറുഹു അധികരിച്ചത് 60 യൗമൻ 60 ദിവസമാണ്. അപ്പം നിഫാസിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു നിമിഷം. ഇത് നിഫാസ് അപ്പം ചുരുങ്ങിയത് ഒരു തുള്ളി അത്രേ കാണുള്ളൂ. അപ്പം കുറച്ചേ കണ്ട് പിന്നെ നമുക്ക് രക്തമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അതിന് ശേഷം നിസ്കരിക്കണം. ചിലരെങ്കിലും എന്താണ് 40 ദിവസം മുഴുവനാവാൻ വേണ്ടിയിട്ട്, ചിലർക്ക് ചില ആളുകൾക്കൊക്കെ എന്താണ് 40 ദിവസത്തിന് മുമ്പേ രക്തം നിന്നിട്ടുണ്ടാവും. പിന്നെ 40 ദിവസം കുളിക്കാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, വൈകിപ്പിക്കരുത്. എപ്പോഴാണോ രക്തം നിന്നത് അതിൻ്റെ അടുത്ത നിമിഷത്തെ നിസ്കാരം എന്താണ്, ഫർള് നമുക്ക് നിർബന്ധമാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അപ്പം എപ്പോൾ നിഫാസ് ഏറ്റവും ചുരുങ്ങിയത് എത്രയേ ഉള്ളൂ, ഒരു നിമിഷമുള്ളൂ. അപ്പോൾ അതിന് ശേഷം എപ്പോഴും നിഫാസ് രക്തം നിൽക്കുക. കാരണം ചുരുങ്ങിയതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും നിൽക്കുക. അപ്പം നിന്നാൽ അതിൻ്റെ അടുത്ത് നിസ്കാരം നമുക്ക് എന്താണ്, നിർബന്ധമാണ്. പിന്നെ നമ്മൾ പ്രസവിച്ചെന്നുള്ള കാരണം കൊണ്ട് അവിടെ അങ്ങനെ പിന്നെ ആ ഒരു കാരണം 40 തയ്യാൻ വേണ്ടി കുത്തിരിക്കാൻ പാടില്ല കുളിക്കാൻ കേട്ടോ. അക്സറുഹു ഏറ്റവും കൂടിയാൽ 60 ദിവസമാണ്. അപ്പോൾ 60 ദിവസമാണ് ഏറ്റവും കൂടിയ നിഫാസ്. അതിൽ അധികരിച്ചാൽ അതും എന്താണ്, ഇസ്തിഹാദത്തായിട്ട് വരും. അപ്പോൾ ഇസ്തിഹാദത്ത് ഇത് ഞാൻ പറയാം, ഇസ്തിഹാദത്തിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതൊക്കെ ഇസ്തിഹാദത്താണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ നിസ്കരിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കണം. നിസ്കാരം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. നിസ്കാരം നിർബന്ധം. ഹൈദാണെങ്കിൽ നിർബന്ധമാണ്, ഹൈദാണെങ്കിൽ ഹറാമാണ് നിസ്കരിക്കൽ, ഹൈദല്ലെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ നിസ്കരിച്ചാലും നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുറ്റം എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇങ്ങനത്തെ കൂടുതൽ രക്തം ബ്ലീഡിങ് ചിലർക്കൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അങ്ങനത്തെ ഒരു ശരിക്കും ചോദിച്ചറിഞ്ഞ് എന്ത് ചെയ്യുക ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ മസാലകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക. ഇപ്പോൾ ഇസ്തിഹാദത്താണെങ്കിൽ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരു പാഠം ഇപ്പം ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ എന്തൊക്കെയാണ് വലിയ അശുദ്ധി ഉണ്ടാവാനുള്ള കാരണങ്ങൾ, 5 കാരണങ്ങൾ പറഞ്ഞു. പിന്നെ മനീൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് മനീനെ നമുക്ക് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി മനസ്സിലാക്കാം എന്നുള്ള ഇത് പറഞ്ഞു. പിന്നെ ഹൈദിനെ കുറിച്ചിട്ട് അതിൻ്റെ ചുരുങ്ങിയ ടൈം, അധികരിച്ച ടൈമൊക്കെ പറഞ്ഞു. പിന്നെ നിഫാസ്. ഇത്രയാണ് ഒരു പാരഗ്രാഫിൽ. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തിരിഞ്ഞില്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ? അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ശരിക്കും അർത്ഥം വെച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാം. സംശയങ്ങളൊക്കെ എന്ത് ചെയ്യണം, തീർക്കണം. മനസ്സിലാവാത്തത് മനസ്സിലാക്കിയാൽ പഠിക്കണം. പിന്നെ ഈ ഒരു ബുക്ക് എന്ന് വെച്ചാൽ ഒരു ചുരുങ്ങിയൊരു ഷോർട്ട് പഠനമാണ്. കാരണം ഹൈദാണെങ്കിൽ നിഫാസ് ആണെങ്കിൽ കൂടുതൽ ഹൈദൊക്കെ ഒരുപാട് മസാലകളും കാര്യങ്ങളൊക്കെ വരുന്നൊരു വിഷയമാണ്. പിന്നെ പലർക്കും പല വിഷയത്തിൽ സംശയമുള്ള വിഷയമാണ്. പക്ഷെ ഇവിടെ നമുക്ക് അത്ര തന്നെ ഡീപ്പായിട്ട് പഠിക്കാനല്ല.
അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് കുറഞ്ഞ് കാണാൻ, ചിലർക്ക് കൂടുതൽ രക്തം, അത് ബ്ലീഡ് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.